നമുക്കൊരു ടേസ്റ്റി ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത്. ചപ്പാത്തിക്കും നാനും പിന്നെ റൈസിനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. പിന്നെ ഇതിൽ ഞാൻ ബോൺലെസ് ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്രഷ് ക്രീം. പക്ഷെ അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. എല്ലാം നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കി നോക്കാം. ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 250 ഗ്രാം ഉണ്ടാവും. ആദ്യം നമുക്ക് 2 സ്പൂൺ തൈര് ചേർക്കാം. ഞാനിവിടെ പുളി കുറഞ്ഞ തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ബട്ടർ, ഇതിലേക്ക് 2 സവാള അരിഞ്ഞതാണ്, അത് ചേർക്കാം. സവാള വലുതായി അരിഞ്ഞാലും സാരമില്ല, കാരണം നമ്മളത് മിക്സിയിൽ അരക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇട്ടതിന് ശേഷം കുറച്ച് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണമെന്നില്ല. അതിന് ശേഷം നമുക്ക് കാഷ്യൂ നട്ട് ചേർക്കാം. ഇതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 4 തക്കാളി ചെറുതായി മുറിച്ചത് കൂടി ചേർക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രം അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. പാത്രം തുറന്ന് നോക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പിന്നെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വെക്കാം. മസാല പേസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വെക്കാം. ഈ സമയം നമുക്ക് പോയി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്ക് 2 സ്പൂൺ ബട്ടർ ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുക്കാൽ ഭാഗം ഫ്രൈ ആയാൽ മതി, കാരണം നമ്മൾ ഇനി തക്കാളി മസാലയിലിട്ട് ഇത് ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, അത് മറിച്ചിട്ട് കൊടുക്കാം.
മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ തക്കാളി മസാല നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് അരച്ചു കൊണ്ടുവരാം. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ബട്ടർ ചേർക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തക്കാളി മസാല ചേർക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം. കസൂരി മേത്തി ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഫ്രഷ് ക്രീം ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ടേസ്റ്റി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും നാനുമൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.